മിഡിൽ ഈസ്റ്റ് സംഘർഷം വ്യാപിക്കുന്നു. ഇസ്രയേൽ അമേരിക്ക ആക്രമണം വീണ്ടും ഇറാനിൽ. എണ്ണവില കുതിക്കുന്നു. ഓഹരി വിപണികൾ ഇടിവിൽ. ഇസ്രയേലും അമേരിക്കയും ചൊവ്വാഴ്ച ഇറാനിലെ വിവിധ സൈനിക, ആണവ, തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ വ്യോമ-നാവികാക്രമണങ്ങൾ തുടരുകയുണ്ടായി. അതിനെ തുടർന്ന് ഇറാൻ ഗൾഫ് മേഖലയിലുടനീളം തിരിച്ചടികൾ നടത്തി. ഇതോടെ ലെബനനിലേക്കും സംഘർഷം വ്യാപിച്ചു. ആഗോള വിപണികൾ കുലുങ്ങി. എണ്ണവില കുത്തനെ ഉയർന്നു. യുദ്ധം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇറാന്റെ നിരവധി നാവിക, വായുസേനാ കേന്ദ്രങ്ങൾ അമേരിക്കൻ സേന തകർത്തു എന്ന്, ഒട്ടുമിക്കവയും പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആണവ പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലച്ചതിനെ തുടർന്ന് ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു തോന്നൽ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ സൈനിക നടപടിയെന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ തിരിച്ചടിയായി സൗദി അറേബ്യയിലെ US എംബസിയിലും മുമ്പ് കുവൈത്തിലെ US മിഷനിലും ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ അമേരിക്ക, സൗദി അറേബ്യ, കുവൈത്ത്, ലെബനൻ എന്നിവിടങ്ങളിൽ എംബസികൾ അടച്ചു. അടിയന്തരമല്ലാത്ത ജീവനക്കാരെയും കുടുംബങ്ങളെയും മിഡിൽ ഈസ്റ്റിലെ പല പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ദുബായിലെ US കോൺസുലേറ്റിനടുത്തുള്ള പാർക്കിംഗ് സ്ഥലത്ത് ആക്രമണം നടന്നെങ്കിലും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന്. റോയിട്ടേഴ്സിനോട് സംസാരിച്ച ഒരു ഉറവിടം പറയുന്നതനുസരിച്ച് ഇസ്രയേൽ 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന സൈനിക നീക്കമാണ് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ ലക്ഷ്യങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കൈവരിക്കുന്നതിനാൽ നീക്കം വേഗത്തിലായി. ശനിയാഴ്ച ആരംഭിച്ച ആദ്യ ആക്രമണങ്ങളിൽ തന്നെ ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനി കൊല്ലപ്പെട്ടതായി ഉറവിടം പറഞ്ഞു. ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞത് US നീക്കം 4 മുതൽ 5 ആഴ്ച വരെ നീണ്ടുനിൽക്കാമെന്നായിരുന്നു. ഇറാനെ ഭരിക്കാൻ ഞങ്ങൾ കരുതിയിരുന്ന പലരും ഇപ്പോൾ ജീവിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ പകൽ മുഴുവൻ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയിരുന്നു. ഇസ്രയേൽ ഗവൺമെന്റ് ബ്രോഡ്കാസ്റ്ററായ IRDAയും മെഹ്റാബാദ് വിമാനത്താവളത്തിനടുത്തുള്ള പ്രദേശങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്തു. തെഹ്റാനിലെ മിൻസാദെഹെയ് അണ്ടർഗ്രൗണ്ട് ആണവ വികസന കേന്ദ്രവും ആക്രമിക്കപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഖോം നഗരത്തിലെ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പ്രവർത്തിക്കുന്ന കെട്ടിടവും വ്യോമാക്രമണത്തിൽ തകർന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് എത്രകാലം തുടരും? ഷെൽട്ടറുകൾ എവിടെയാണ്? തെഹ്റാനിൽ നിന്ന് ബാങ്ക് ജീവനക്കാരൻ ബിജാൻ ചോദിച്ചു. ഓരോ രാത്രിയും ഭാര്യയുമായി ബേസ്മെന്റിൽ ഒളിച്ചിരിക്കുന്നു. നഗരം ശൂന്യമാണ്. ഫിറോസി സറാജ് പറഞ്ഞു, ആശുപത്രിയിലും ആക്രമണം നടന്നതിനാൽ തന്റെ 10 വയസ്സുള്ള മകളെ ഡയാലിസിസിന് കൊണ്ടുപോകാൻ പേടിയാണെന്ന്. മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയെ തുടർന്ന് ആഗോള ഓഹരി വിപണികൾ ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില 5% ഉയർന്നു. യൂറോപ്പ് ഹോൾസെയിൽ ഗ്യാസ് വില 40% വരെ കുതിച്ചു. ഇറാൻ തിരിച്ചടിയായി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴി കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. ലോകത്തിന്റെ 20% എണ്ണയും LNG വിതരണവും ഈ പാതയിലൂടെ പോകുന്നു. ഖത്തർ LNG ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചു. ടാങ്കറുകൾ കടലിടുക്കിൽ പ്രവേശിക്കാൻ മടിച്ച് നങ്കൂരമിട്ടു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഏഷ്യയിലേക്ക് ഒരു ടാങ്കറിന്റെ ദിവസവാടക 4 മടങ്ങ് വർദ്ധിച്ച് $4 ലക്ഷം ഉയർന്നു. ട്രംപ് അറിയിച്ചു, ടാങ്കറുകൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് നൽകുകയും ആവശ്യമുണ്ടെങ്കിൽ US നേവി അവയെ കടലിടുക്കിലൂടെ എസ്കോർട്ട് ചെയ്യുകയും ചെയ്യുമെന്നും. ലെബനനിൽ ഇറാൻ പിന്തുണയുള്ള ഹെസ്ബൊള്ള ഇസ്രയേലിലേക്ക് വെടിവെപ്പു നടത്തി. തിരിച്ചടിയായി ഇസ്രയേൽ തെക്കൻ ലെബനനിൽ വ്യോമാക്രമണങ്ങളും കരസേന ശക്തീകരണവും നടത്തി. ബെയ്റൂട്ടിൽ കനത്ത പുകമേഘമുയർന്നു. ഡസന് കണക്കിന് പേർ കൊല്ലപ്പെട്ടു എന്ന് അധികൃതർ പറഞ്ഞു. ഇറാൻ അറിയിച്ചു, ആക്രമണങ്ങളിൽ 787 പേർ മരിച്ചു. ആദ്യ ദിവസം സ്കൂളിൽ ബോംബാക്രമണത്തിൽ 165 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതുൾപ്പെടെ. UN മനുഷ്യാവകാശ ഓഫീസ് ഈ ആക്രമണത്തെ തെരുവായി വിശേഷിപ്പിച്ച് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രയേൽ നേതാക്കൾ ഇറാനിലെ ഭരണകൂടത്തെ നീക്കം ചെയ്യണമെന്നാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇറാന്റെ പ്രാദേശിക സൈനിക സ്വാധീനം തകർക്കുകയാണ് ലക്ഷ്യമെന്ന്. ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ വിദേശ നയതന്ത്രജ്ഞരോട് നടത്തിയ അടച്ചവാതിൽ യോഗത്തിൽ യുദ്ധത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ട്രംപ് ഇറാനിയൻ ജനങ്ങളോട് ഭരണകൂടത്തിനെതിരെ എഴുന്നേൽക്കണമെന്ന് മുമ്പ് ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ പ്രതിഷേധിക്കാൻ പോകരുത്, അവിടെ അപകടകരമാണ് എന്ന് ചൊവ്വാഴ്ച മുന്നറിയിപ്പ് നൽകി.
ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ 10 പേർ കൊല്ലപ്പെട്ടു. നിരന്തരം എയർ റെയ്ഡ് സൈറൺ മുഴങ്ങി. ലക്ഷക്കണക്കിനാളുകൾ ബോംബ് ഷെൽട്ടറുകളിലേക്ക് നീങ്ങി. ഈ സംഘർഷം മിഡിൽ ഈസ്റ്റിനപ്പുറം ആഗോള സമ്പദ്വ്യവസ്ഥയെയും ഊർജ്ജ സുരക്ഷയെയും വിപണി സ്ഥിരതയെയും ഗൗരവമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.